ജിന്നുകളെ കൂട്ടത്തിൽ നല്ലത് ഇഷ്ടം പോലെ ഉണ്ട്. എത്ര ചീത്തണ്ടോ അത്ര തന്നെ നല്ലതുണ്ട്. ആ നല്ലവരെ നമുക്ക് സുഹൃത്തുക്കളായി കിട്ടിയാൽ ജീവിതത്തിൽ വളരെ ഉപകാരപ്പെടും. പിന്നെ സുബഹിക്ക് നമ്മൾ കിടന്നുറങ്ങൂല, അവർ വിളിച്ചുണർത്തിക്കോളും. അതിനെന്താ വഴി? അതിന് വഴിയുണ്ടായി ഇൻഷാ അല്ലാഹ് ഞാൻ പറയാൻ പോവാണ്. അപ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം, എപ്പോഴും നമുക്ക് ഒരു നല്ല ജിന്നിൻ്റെ സപ്പോർട്ട് വേണം. മനസ്സിലായില്ലേ? എത്രത്തോളം എന്ന് ചോദിച്ചാൽ, നിങ്ങൾ റോഡിലൂടെ നടക്കുന്ന നേരത്ത് അപ്രതീക്ഷിതമായിട്ടൊരു അപകടം വന്ന ആ അപകടത്തിൽ നിന്ന് പോലും നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കും. ഇപ്പോൾ റോഡിൻ്റെ അരികിലൂടെ നടക്കുന്ന നേരത്ത് ഒരു വാഹനം കൊണ്ട് വന്നു, പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളാരോ തള്ളിയെന്ന് തോന്നി. ആരുമല്ല, നിങ്ങളെ സുഹൃത്താണ്. സംഭവിക്കാം, നിങ്ങളാണ് മാറും. എത്ര സംഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. വാഹനത്തിൽ യാത്ര ചെയ്യുമ്പം ഞാനെങ്ങനെ ഒഴിഞ്ഞ്, നമ്മൾ വിചാരിക്കും ഞാനെങ്ങനെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു, ഒട്ടും ഞാൻ അവിടുന്ന് വണ്ടി ഒന്നും ശ്രദ്ധിച്ചില്ല, പക്ഷേ ഞാൻ ഒഴിഞ്ഞാണ്ട് പോയി എന്ന് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ പലരും പറയാറുണ്ട്. അതിൻ്റെ പിറകിൽ നമ്മളെ സഹായിക്കാൻ അപ്പോൾ ജിന്നു വർഗത്തിൽ സഹായികൾ ഉണ്ടാവും. കരീനെ സംബന്ധിച്ചിടത്തോളം മരിച്ചാളുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടാൻ വരെ സാധിക്കുന്നതാണ്. അയാളുടെ സ്വരത്തിലും ഭാഷയിലും സംസാരിക്കാൻ ശൈത്താന് സാധിക്കും. ഞാൻ ശൈത്താന് ഇബാദത്ത് ചെയ്യാൻ പോയാൽ ശൈത്താൻ എനിക്ക് വഹീ തരും. അപ്പോൾ എനിക്കറിയാത്ത ആ വിഷയം, കാണാതെ പോയ വസ്തുക്കളെ കുറിച്ച് പോലും ഒരു പക്ഷേ പറയാൻ പറ്റിയെന്ന്. വിഗ്രഹങ്ങൾ ചിലപ്പോൾ സംസാരിച്ചതായി വിഗ്രഹ പൂജകന്മാർ പലയിടത്തും അവകാശപ്പെടാറുണ്ട്. ഇന്ന വിഗ്രഹം സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വിഗ്രഹത്തിന് സംസാരിക്കാൻ കഴിയില്ലല്ലോ. അത് വെറും മരമോ കല്ലോ അല്ലേ, ശില്പി കൊത്തിയുണ്ടാക്കിയതല്ലേ. അപ്പോ അതിന്റെ പിന്നിൽ ശൈത്താൻ ശബ്ദമുണ്ടാക്കിയിട്ട് ഈ വിഗ്രഹാരാധനയിലേക്ക് ജനങ്ങളെ പ്രേരിപ്പിക്കാൻ, വിഗ്രഹത്തിന് കഴിവുകളുണ്ടെന്ന് വരുത്തി തീർക്കാൻ ചിലപ്പോൾ പിശാച് അങ്ങനെ സംസാരിച്ചേക്കാം, സാധ്യതയുണ്ട് എന്ന് മാത്രമേ അതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. ശൈത്താൻ ചിലപ്പോൾ വിഗ്രഹങ്ങൾക്ക് സംസാരശേഷി ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ അങ്ങനെയുള്ള ഒരു അടവും പയറ്റിക്കൂടാ എന്നില്ല എന്ന് മാത്രമേ അതിനെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്താനുള്ളൂ. പിശാച് ജിന്നുകൾ ദേഷ്യം മൂലം ഉപദ്രവിക്കുക മനുഷ്യരെ ശരീരത്തിൽ പ്രവേശിച്ചുകൊണ്ട്. ഇത് പലപ്പോഴും സംഭവിക്കുന്നത് ചിലപ്പോൾ അറിയാതെ ജിന്നുകളെ മനുഷ്യന് കൊന്നെന്ന് വരും, അല്ലെങ്കിൽ മുറിവേൽപ്പിച്ചു എന്ന് വരും. ഉദാഹരണമായിട്ട് നമ്മളുടെ കൂടെ ജീവിക്കുന്ന ഒരു വിഭാഗമാണിവർ. നമ്മൾ ചിലപ്പോൾ മേശ ഒന്നങ്ങ് അടുപ്പിച്ചിടുമ്പോൾ ജിന്നടക്കം കുടുങ്ങിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ അടുപ്പെന്ന് ചൂടോടെ എടുത്ത് അങ്ങ് ഒഴിച്ചപ്പോൾ ജിന്നിന്റെ ദേഹത്തായിരിക്കും വീണിട്ടുണ്ട്. അല്ലെ തേങ്ങ വലിച്ചിട്ടപ്പോൾ ജിന്നിന്റെ പുറത്തായിരിക്കും വീണിട്ടുണ്ട്. നമ്മൾ കാണുന്നില്ലല്ലോ. പക്ഷെ ജിന്നുകൾ വിചാരിക്കും ഇത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യും? മരണം പലപ്പോഴും ഉണ്ടാവാം. ഭൗതികമായ കാരണങ്ങൾ കൊണ്ട് ജിന്ന് ചിലപ്പോൾ മരിച്ചു വരും. ഇപ്പോൾ ഒരു കെട്ടിടത്തിന് തീപിടുത്തണ്ടായ മനുഷ്യന്മാർ മരിക്കുന്ന കൂട്ടത്തിൽ അവിടെ ജിന്നുകളും മരിച്ചു വരും. മറ്റു പലയിടത്തും ഇപ്പോൾ കടലിലൂടെ യാത്ര ചെയ്യുന്ന ഒരു യാത്രാവാഹനം, ആ യാത്രാവാഹനത്തിൽ ഏതെങ്കിലും ഒഴിഞ്ഞ റൂമുകളിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വല്ല ജിന്നുകളും താമസമാക്കിയിട്ടുണ്ടെങ്കിൽ ആ കപ്പൽ മുങ്ങി മരിച്ചു എന്ന് വരും. മറ്റു പല അവരുടേതായ അള്ളാഹു നിശ്ചയിച്ച കാരണങ്ങൾ കൊണ്ട് മരണം ഉണ്ടായെന്ന് വരും. നമ്മൾ തന്നെ ചിലപ്പോൾ വെറുതെ ഒരു കല്ലെടുത്തെറിയുകയോ ഒരു വടി എടുത്തെറിയുകയോ ചെയ്താൽ അതുകൊണ്ടൊരു ജിന്ന് മരിച്ചു എന്ന് വരും, പരിക്ക് പറ്റിയെന്ന് വരും. നമുക്കതറിയാൻ പറ്റൂല. ജിന്നുകളിൽ വലിയ ഒരു പങ്ക് നമ്മുടെ മിത്രങ്ങളാണ്, നമ്മെ നന്മയിലേക്ക് പ്രേരിപ്പിക്കുന്നവരാണ്, എപ്പോഴും നമ്മുടെ കൂടെ കൂട്ടാളിയായിട്ടുണ്ടാകുന്നവരുമാണ്. നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിനെ നന്മയിലേക്ക് ചിന്തിക്കുകയും തിന്മയുടെ സാഹചര്യം വരുമ്പോൾ നമ്മെ അതിൽ നിന്ന് തെറ്റിക്കുകയും തിന്മകളിൽ നമ്മുടെ കണ്ണ് അടയ്ക്കുകയും നമ്മുടെ കാലുകളെ അവിടെ നിന്ന് മാറ്റി സഞ്ചരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന അനുഭവം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും അത് സത്യവിശ്വാസികളായ ജിന്നുകളുടെ സാമീപ്യവും സാന്നിധ്യവും കൊണ്ടുകൂടിയാണ്. ഇപ്പോൾ അയാൾ അവിടെ ഇരിക്കുകയാണ്, ഞാനിപ്പോൾ ആ ഡെസ്ക് തള്ളിയിട്ട് ആ ജിന്നല്ലേ അവിടെ കുടുങ്ങിപ്പോലെ എന്ന് ഞാൻ ആലോചിച്ചു. ഞാൻ ഇരുന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ച്. കാരണം ഇപ്പോൾ ആ ജിന്ന അവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇത് അയാളെ ഞാൻ കാണുന്നില്ലല്ലോ, ഞാനിപ്പോൾ ഈ ഡെസ്ക് അങ്ങ് നീക്കിയിട്ട് അവനോട് കൊടുക്കുമല്ലോ, അവനോട് പ്രതികരിക്കും എന്നിങ്ങനെ ഞാൻ ചിന്തിച്ചു പോയതാണ്. ഇപ്പോൾ വേറൊരു സ്ഥലത്ത് ഒരു സ്ത്രീക്ക് പ്രയാസം ഉണ്ടായി ചോദിച്ചാൽ എന്തിനാ എൻ്റെ മേത്ത് മീനിൻ്റെ വെള്ളം ഒഴിച്ചതെന്നാണ് ചോദിച്ചത്. ഈ സ്ത്രീ മീൻ കഴിയ വെള്ളമൊക്കെ ഒഴിച്ച് ഇങ്ങനെ ഒഴിച്ചപ്പോൾ അവിടെ ജിന്ന് നിൽക്കുന്നത് സ്ത്രീക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ. ഇബ്നു തൈമിയ തന്നെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം പറയുന്നുണ്ട്, അറിയാതെ ചൂടുവെള്ളം ഒഴിക്കുക, ആ സമയത്തൊക്കെ ഈ ജിന്നുകളുടെ ദേഹത്തിന് അവർ പ്രതികരിക്കും. അപ്പോൾ ഇവർ നമ്മൾ കാണാതെയാണ് ചെയ്യുന്നതെന്ന് അവർ കരുതില്ല. ഇപ്പോൾ നമ്മുടെ ദേഹത്ത് ഒരാൾ മൂത്രമൊഴിച്ച് എങ്ങനെ ഉണ്ടാവും? ഇപ്പോൾ ഒരു സ്ത്രീയെ ബാധിച്ചതിനെ കുറിച്ച് പറഞ്ഞതാ, സ്ത്രീ എന്ന് നേരെ പോയി മൂത്രമൊഴിച്ച് ജിന്ന് കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു കാക്കൂസിനകത്ത്, അതിന് മേത്ത മൂത്രമൊഴിച്ച് പിന്നെ ജിന്ന് പ്രതികരിക്കുക. താമസിക്കാൻ താവളം കിട്ടുമോ നോക്കി നടക്കാം. ഏതൊരു വീട്ടിൻ്റെ വാതിൽ തുറക്കാം, വാതിൽ അടച്ചിട്ട് ശൈത്താന് കയറാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ വീട്ടിൽ പുറത്തും വാതിൽ അടച്ചിട്ട് തന്നെ പോകണം. കിടക്കുമ്പോൾ നിങ്ങൾ വാതിൽ അടയ്ക്കുക തന്നെ വേണം. മനസ്സിലായില്ലേ? ശൈത്താൻ കൂടുതലായി വിളയാട്ടം ഉണ്ടാകുന്ന സന്ധ്യാസമയങ്ങളിൽ നിങ്ങൾ വാതിൽ അടയ്ക്കുക തന്നെ വേണം. ഇതൊക്കെ പഠിപ്പിച്ചെന്തിനാ? അതേപോലെ നിങ്ങൾ ഭക്ഷണ പദാർത്ഥങ്ങൾ തുറന്നിടരുത്, മൂടി വെക്കുക തന്നെ വേണം. ഇത്തരം കൽപ്പനകളൊക്കെ നമുക്ക് തരുമ്പോൾ സൂക്ഷിക്കേണ്ട വിഷയമാണ്, ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ശൈത്താൻ ഇങ്ങനെ ഓരോ വീട്ടിലും വന്ന് നോക്കും, വാതിലടച്ചാൽ പോവും, തുറന്നിട്ടാൽ കയറും. ഇനി ഒരാൾ വന്നിട്ട് ഒരു കുടുംബം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു കുടുംബം വീട്ടിൻ്റെ അകത്തേക്കാണ് കയറുകയാണ്. കയറുമ്പോൾ ശൈത്താൻ അവിടെ കൂടെ വരും. ശ്രദ്ധിക്കണം എന്നാണ് അവിടെ നബി പറഞ്ഞത്. മഗ്‌രിബായ കുട്ടികളെ പുറത്തേക്ക് വിടരുതെന്ന്. ചെറിയ കുട്ടികളെ മഗ്‌രിബായ പുറത്ത് കൂടാൻ പറ്റില്ല. പഴയ കാലത്തൊക്കെ മഗ്‌രിബാകുമ്പോഴേക്കിന് മഗ്‌രിബായത് കണ്ടില്ല വേഗം കയറിക്കാണ് അകത്തേക്ക് എന്ന് പറയും. ഇപ്പോൾ അറിയില്ല എന്താ മഗ്‌രിബായ പ്രശ്നം. പിശാചുക്കൾ ശൈത്താൻ പുറത്തിറങ്ങുന്ന സമയമാണത്. ശൈത്താൻ പുറത്തിറങ്ങുന്ന സമയമാണ്. ആ സമയത്ത് നിങ്ങൾ പുറത്ത് കൂടരുതെന്നാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിക്ക് വളരെ വലിയ മാനസിക അസ്വസ്ഥത പ്രകടിപ്പിച്ചപ്പോൾ
വെറുതെ ആ കുട്ടൻ്റെ അമ്മാനോട് ഞാൻ അങ്ങനെ ചോദിച്ചു, എപ്പോഴേത് തുടങ്ങിയതെന്ന് ചോദിച്ചു. ആ സ്ത്രീ പറഞ്ഞ മറുപടി എന്താ വെച്ചാൽ, ഞങ്ങളൊക്കെ മഗ്‌രിബിക്ക് ബാങ്ക് കൊടുത്ത് ഒതുണ്ടാക്കി നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇവന് വല്ലാത്ത ഉള്ളാക്കിട്ട്, അങ്ങനെയല്ല നമ്മൾ നാട്ടിൽ പറയാം, തൊള്ളട്ട് ഒച്ചിട്ടിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ആ ഒച്ചിട്ട് വന്ന അന്ന് മുതൽ ഇന്ന് വരെ ഇവന് സുഖമല്ല, ഞങ്ങൾ ഓനെ കൊണ്ടുപോകാത്ത സ്ഥലമല്ല എന്നാണ്. ഞാൻ അതുകൊണ്ടാണ് വന്നതെന്ന് ഞാൻ പറയില്ല, പക്ഷേ അതുകൊണ്ട് മാവാം. മനുഷ്യരെ ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ ജിന്നുകൾ മനുഷ്യരുമായി ഇഷ്ടമുണ്ടായിട്ട് അല്ലെങ്കിൽ പ്രേമം മൂലം ശരീരത്തിൽ പ്രവേശിക്കുക. അങ്ങനെ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആളുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവരിങ്ങനെ പെട്ടെന്ന് കാണാം അവർക്ക് മുൻപില്ലാത്ത തരത്തിലുള്ള ചില പ്രത്യേകതകൾ, എപ്പോഴും സുഗന്ധം പൂശിക്കൊണ്ടും അണിഞ്ഞൊരുങ്ങിയിട്ടും ഒക്കെ, അല്ലെങ്കിൽ ഒരു പ്രത്യേക തരത്തെ ജീവിത രീതി, റൂമൊക്കെ എപ്പോഴും ഒക്കെ ഒന്ന് ക്ലീൻ ആവണം, അങ്ങനെയൊക്കെയുള്ള പല മുൻപില്ലാത്ത ചില പ്രത്യേകതകൾ. വേറെ പ്രത്യേകിച്ച് ആരെ ഉപദ്രവിക്കുക അങ്ങനത്തെ ഒന്നുമില്ല, പക്ഷെ മുൻപില്ലാത്ത ചില പ്രത്യേകതകൾ അതിലിങ്ങനെ പ്രകടമാകും. നിങ്ങൾക്ക് സ്വർഗ സ്ത്രീകളെ പരിചയപ്പെടുത്തുന്നിടത്ത് സൂറത്തു റഹ്മാനിൽ തന്നെ 56-ാമത്തെ ആയത്തിൽ 2 തവണ ലം യത്മിസുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ, കണ്ടോ? മനുഷ്യൻ സ്പർശിച്ചിട്ടില്ല, ജിന്നും സ്പർശിച്ചിട്ടില്ല. മനുഷ്യന് കൊടുക്കുന്ന ഇണകളെ പറ്റിയാ പറയുന്നത്. മനുഷ്യർക്ക് വേണ്ടി മനുഷ്യരിൽ നിന്ന് അള്ളാഹു സ്വർഗത്തിൽ സൃഷ്ടിച്ച സ്ത്രീകളെ പറ്റിയാ പറയുന്നത്. മനുഷ്യരും അവരുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടിട്ടില്ല, ജിന്നുകളും ഏർപ്പെട്ടിട്ടില്ല. എൻ്റെ ജിന്നുകൾ ഏർപ്പെട്ടിട്ടില്ല എന്ന് പ്രത്യേകം പറയേണ്ടത്, ഒരിക്കലും ഏർപ്പെടില്ലെങ്കിൽ അത് പറയേണ്ട കാര്യമുണ്ടോ? സാധ്യതയുണ്ട്. അത് എങ്ങനെ ഏർപ്പെടും? അതാ, നിങ്ങൾ അള്ളാഹിന്റെ നാമം മറന്നുകൊണ്ട് പോയാൽ നിങ്ങളെ കൂടെ വരും. ഏതെങ്കിലും നിലക്ക് സ്വർഗ സ്ത്രീകളുമായി ജിന്നുകൾ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടിട്ടില്ല. അതിൽ നിന്ന് വീഴ്ചയിൽ ഏർപ്പെടാനുണ്ട് എന്നല്ലേ സാധ്യത മനസ്സിലാകുന്നത്? ഏർപ്പെടൂല എന്നുള്ളതിന് മൗലവിമാർ തെളിവുണ്ടട്ടെ, പോസ്റ്ററുകാർ. അപ്പൊ ബാക്കി പറയാം. ഏർപ്പെടുന്നുള്ളതിന് സൂചന ഞാൻ ആവശ്യത്തിലേറെ തന്നു കഴിഞ്ഞു, ഇനി വേണമെങ്കിൽ ഇനിയും തരാം. പക്ഷേ ഇതില്ല എന്നുള്ളതിന് എന്തെങ്കിലും ഒന്ന് സ്വഹീഹ് ആയിരിക്കണം. ഏതെങ്കിലും മൗലവി സ്വന്തം ബുദ്ധിയിൽ നിന്ന് എഴുതി വെച്ചിട്ട് എനിക്കിങ്ങനെ തോന്നുന്നു എന്ന് എഴുതി അത് പ്രമാണമാവില്ല എന്നേ എനിക്ക് പറയാനുള്ളൂ. മറ്റോന് പോസ്റ്ററും വലിയ ഒലക്കമുക്കിയ എഴുത്തും മാത്രമേ ഉള്ളൂ, അല്ലാതെ തെളിവില്ല. നമ്മളിവിടെ തെളിവാണ് മുന്നിൽ വെച്ചിരിക്കുന്നത്. ഇതിന് വിരുദ്ധമായി ജിന്നുകൾ ശൈത്വാനിൽ നിന്ന് ശരണം തേടാത്ത ലൈംഗിക വീഴ്ചയിൽ പങ്കെടുക്കുകയില്ല എന്നുള്ളതിന് ബുഖാരിയിലും മുസ്ലിമിലും വന്ന ഹദീസിന് വിരുദ്ധമായി വചനമുണ്ടെങ്കിൽ കാണട്ടെ. ഇങ്ങോട്ടാണ് നമ്മുടെ ഹദീസ് ചോദിക്കുന്നത്, നമ്മളോട് അങ്ങോട്ട് ചോദിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ഹദീസിൽ നമ്മൾ തന്നിരിക്കുന്നു, ഖുർആനും സുന്നത്തും ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് കാണാം 18-ാമത്തെ സൂറത്തിലെ 50-ാമത്തെ ആയത്ത്, അഫ തത്തഖിദൂനഹു ദുർരിയതഹു ഔലിയ മിൻ ദൂനി, എന്നെ കൂടാതെ ഔലിയാക്കന്മാരെ, അവനെയും അവന്റെ മക്കളെയും നിങ്ങൾ ഔലിയാക്കളായി സ്വീകരിക്കുകയാണോ? ഷെയ്ത്താനും ഷെയ്ത്താന്റെ മക്കളും. അപ്പൊ ജിന്നുകൾക്ക് ജിന്നുകളിലും മക്കളുണ്ടാകും, ജിന്നുകൾക്ക് മനുഷ്യരിലും മക്കളുണ്ടാകും. അപ്പൊ ഈ നടന്നു വരുന്ന മനുഷ്യനാരാ? ഈ ക്ലാസ് എടുക്കുന്ന മൗലവി ഏതാ? ചോദ്യമാണ്. ഇയാൾ ഏതെങ്കിലും ജിന്നിന്റെ മോനാണെങ്കിലോ അള്ളാഹു അല്ലാതെ നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഇയാൾ ഏതെങ്കിലും ജിന്നിന്റെ മോനാണെങ്കിലോ അള്ളാഹു അല്ലാതെ നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഇയാൾ ഏതെങ്കിലും ജിന്നിന്റെ മോനാണെങ്കിലോ അള്ളാഹു അല്ലാതെ നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ സമയത്ത് പിശാചിൽ നിന്ന് അവൻ ശരണം തേടുന്നില്ലെങ്കിൽ ഏർപ്പാടിൽ ശൈത്താൻ കൂടി പങ്കാളിയാകും. ജിന്നും മനുഷ്യനും തമ്മിൽ വിവാഹം നടക്കുമോ? അതിപ്പോ കാര്യമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണോ അല്ലയോ എന്നതിലുപരി നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സംഭവം നടക്കുക എന്നുള്ളത് ഖുർആനിനോ സുന്നത്തിനോ പ്രകൃതിക്കോ എതിരല്ല. അതിനെതിർക്കുന്ന ഒന്നും പ്രാമാണികമായി കടന്നു വന്നിട്ടില്ല. ഇതാണ്. പിന്നെ ചില വിവാഹ ബന്ധം തടസ്സപ്പെടുന്ന ചില സീറൊക്കെ എങ്ങനെ വെച്ചാല് പുതിയാപ്പിളമാർ വന്ന് ഇങ്ങനെ കാണും, ഒരു പ്രാവശ്യം വരുള്ളൂ, പിന്നെ അങ്ങോട്ട് വരില്ല. അങ്ങനെ പിന്നെ ഡസൻ കണക്കിന് ആളുകൾ വന്ന് കാണുകയും എന്നാൽ പെണ്ണുകളുടെ സൗന്ദര്യമുണ്ട്, പക്ഷെ വിവാഹം നടക്കൂല. അങ്ങനെയുള്ള കേസ് 2-3 പ്രാവശ്യമായി ഖുർആൻ അനുസരിച്ചുള്ള ചികിത്സ, ഖുർആൻ ഓതി ചികിത്സിച്ച ഇതിട്ട് കല്യാണം നടക്കുന്ന സംഭവങ്ങൾ എൻ്റെ അനുഭവത്തിലുണ്ടായിട്ടുണ്ട്. പിന്നെ വന്ന് കണ്ട അതേ പയ്യൻ വിവാഹം കഴിച്ചതായിട്ട്. അപ്പം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇവിടെ സംഭവിക്കുന്നത് പിന്നെ ഈ യുവാവ് വന്ന് ഈ യുവതിയെ കാണുമ്പോൾ പിശാച് തഹയിലുണ്ടാകും. തഹയിൽ എന്ന് നമുക്കറിയാലോ, മൂസാ നബി ഇസ്ലാമിൻ്റെ എന്നോട് എതിർക്കാൻ വന്ന സാഹർമാർ എന്ത് ചെയ്തത്, കയറും വടിയൊക്കെ ഇട്ട് പാമ്പാക്കി കാണിച്ചതുപോലെ ഈ സ്ത്രീയുടെ മുഖം ഒന്നിൽ വിരൂപമാക്കുകയോ അല്ലെങ്കിൽ ഒരു കിളവിയുടെ രൂപമൊക്കെ കൊടുക്കും. അപ്പോൾ കാണുമ്പോൾ ഈ ബാക്കിയുള്ളവർക്കും ഇഷ്ടമായിരിക്കും, പക്ഷേ ഈ യുവാവിന് നോക്കുമ്പോൾ ഒരു ഇഷ്ടപ്പെട്ട രൂപമല്ല. മാത്രമല്ല ഒരു മനസ്സിന് ആശ്വാസം ഉണ്ടാവില്ല, ഇനി അങ്ങോട്ട് പോകണ്ട എന്നുള്ള തോന്നുക. ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ ആരെങ്കിലും എന്നെ കാണാൻ വരുമ്പോൾ എൻ്റെ മുഖമൊക്കെ ഈ പ്ലാസ്റ്റിക് റബ്ബർ വലിച്ച് നീട്ടുന്ന പോലെ വലിച്ച് നീട്ടുന്ന അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അല്ല, ഗർഭം പോലും ധരിക്കില്ല. കാരണം ഗർഭിണിയാവുന്നതൊക്കെ ഈ ഉള്ളിലുള്ള ജിന്നിന് ഇഷ്ടമല്ല, ഗർഭിണിയാവുന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഗർഭമൊക്കെ അലസി പോകാനൊക്കെ അതിന് കാരണമാകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില കേസിൽ നമ്മൾ കാണാൻ സാധിക്കും, വർഷങ്ങളായിട്ട് ഇങ്ങനെ കുട്ടി ഉണ്ടാവാതെ എന്നും പൂജാരിയുടെ അടുത്ത് പോയിട്ട് അവസാനം പൂജയൊക്കെ ചെയ്തപ്പോൾ ഉടനെ തന്നെ കുട്ടിയുണ്ടായി. അല്ലെങ്കിൽ ആ തുലാഭാരം കഴിച്ചപ്പോൾ ഉടനെ കുട്ടിയുണ്ടായി, അല്ലെ ഇന്ന ജാറത്തിൽ പോയി നിറച്ച ഉടനെ കുട്ടിയുണ്ടായി എന്നൊക്കെ ചിലപ്പോൾ കാണാൻ സാധിക്കും. ഇവിടെ വാസ്തവത്തിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള പ്രവർത്തനം മൂലം ഇവരിൽ ബാധിക്കുന്ന ജിന്നങ്ങ് ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഓക്കെ. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഈ ശിർക്കൻ കേന്ദ്രങ്ങളിലുള്ള പല ആളുകൾ ദിവ്യാത്ഭുതങ്ങൾ കാണിക്കും.
അല്ലേ? അതൊക്കെ യഥാർത്ഥത്തിൽ ശൈത്താനെ ഉപയോഗിച്ചാണ് അവരതൊക്കെ ചെയ്യുന്നത്. ശൈത്താനാണ് അവരെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോ വിഭൂതി എടുത്തു കൊടുക്കുന്നു. ചില തട്ടിപ്പുകളിലൂടെ ഇതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ HMT വാച്ച് കൊടുക്ക്, അവിടെ കൊടുക്കും. ജർമ്മനിയിലുള്ള മരുന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് ഇവിടെ എത്തിച്ചു കൊടുക്കുന്നത്. എങ്ങനെ? പ്ലെയിന് പോകുമ്പോൾ പോകാൻ ശൈത്താന് കഴിയും. അപ്പൊ പിശാചിന് മനുഷ്യനില്ലാത്ത ഒരുപാട് കഴിവുകൾ. ആ കഴിവുകൾ കൊണ്ടൊക്കെ പിശാച് അവന്റെ ആളുകളെ സഹായിച്ചു കൊണ്ടിരിക്കും. ശാരീരികമായ ഉപദ്രവങ്ങൾ, രോഗങ്ങൾ, അതും പിശാചിലൂടെ ഉണ്ടാകും. വെറും മാനസികമായിട്ട് മാത്രമേ പിശാചിനെ ഉപദ്രവിക്കാൻ പറ്റൂ എന്നുള്ള ധാരണ ശരിയല്ല എന്ന് പറയാൻ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, പിന്നെ അയ്യൂബ് അലൈഹിസ്സലാം, അദ്ദേഹത്തിന് ഇനി മസ്സനിയ ഷൈത്താൻ, അദ്ദേഹം ദീർഘകാലം രോഗിയായി കിടന്നു. കുടുംബം വരെ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു എന്നാണ് ചരിത്രത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പോൾ എന്താണ്? അത്രത്തോളം എത്തി. അത് പിശാച് വരുത്തിയ രോഗം. ലോകത്ത് ഏത് രോഗമുണ്ടോ ആ രോഗത്തിനൊരു കാരണം ഉണ്ടാവും. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. ഒരു വൈറസ് അതിൻ്റെ പിറകിൽ ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും, അല്ലേ? ആ കാരണങ്ങളിൽ, എല്ലാ രോഗത്തിൻ്റെയും കാരണങ്ങളിൽ ഒന്ന് ശൈത്താനാണ്. പനിയാവട്ടെ, ജലദോഷമാവട്ടെ, പിന്നെ ചുമയാവട്ടെ, മറ്റ് ഏതെങ്കിലും രോഗം, വലിയ വലിയ ക്യാൻസർ ആവട്ടെ, വലിയ വലിയ മാരക രോഗങ്ങളാവട്ടെ, എന്തായിരുന്നാലും ശരി, അതിനൊരു പല കാരണങ്ങൾ കൊണ്ട് ഒരു രോഗമുണ്ടാകാം. എല്ലാ രോഗങ്ങളുടെയും ഒരു കാരണം ശൈത്താനാണ്. മറ്റു കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന രോഗം നമ്മുടെ ചികിത്സ കൊണ്ട് തന്നെ മാറും. ശൈത്താൻ കാരണമായിട്ടുണ്ടാകുന്ന രോഗം മാറാൻ ഡോക്ടർമാരുടെ ചികിത്സ മാത്രം മതിയാവില്ല. രണ്ടാമത്തെ ഒരു തരത്തിലുള്ള പ്രവർത്തനം ഹാദറാവാൻ തന്നെ നമ്മുടെ ഉള്ളിൽ ശൈത്താനാണ്ട് വരും. എന്നിട്ട് നമ്മളല്ലാത്ത ഒരാളായിട്ട് നമ്മളാണ് മാറും. ചിലപ്പോൾ നമുക്ക് പരിചയമുള്ള ഏതോ ഒരു വ്യക്തിയുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ നമുക്ക് പരിചയം ഇല്ലാത്തൊരു വ്യക്തിയുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ മരിച്ചുപോയ ആളുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ ജീവിച്ചിരിപ്പുള്ള വിദേശത്തുള്ള ഒരാളുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഹാവഭാവങ്ങളിലായിരിക്കും. ഇപ്പം അടുത്ത് വിവാഹം കഴിഞ്ഞ് രണ്ട് ആൾക്കാർ തമ്മിൽ പ്രശ്നം ഉണ്ടായപ്പോൾ ഓരോ കാര്യത്തിൽ സംസാരിച്ചപ്പോൾ നമ്മൾ വേർത്തവരോട് ചോദിച്ചു, നിങ്ങൾ ആരെത്തേലും പോയിനോന്ന് ചോദിച്ച്. ഞങ്ങൾ അങ്ങനത്തെ വിശ്വാസക്കാരെന്നല്ല, പക്ഷെ ഇവിടെ ഉമ്മാൻ്റെ ഉമ്മണ്ട് വല്യമ്മ, ഒരു പഴയ ആൾക്കാരല്ലേ, ഒരു പോയിന്നു എന്നാണ്. എന്തേ പോയിട്ട് പറഞ്ഞു എന്നാണ്. ചെന്നപ്പോഴൊക്കെ തന്നെ പറഞ്ഞു, നിങ്ങൾ അവളെ പേര് കണ്ടോ, ഓളെ കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞത് നേരാകാൻ ബുദ്ധിമുട്ടാണ്. ഇളയച്ചകൾ തന്നെയാണ് എൻ്റെ എല്ലാ പ്രശ്നവും. ഇളയച്ചകളാണ്, ഓലാണ് എൻ്റെ എല്ലാ പ്രശ്നവും. ഓലത് അങ്ങോട്ട് ഒഴിവാക്കി കിട്ടിയിട്ട് ഒരു സമാധാനമാവുള്ളൂ. ഓല അതിന് വേണ്ടിയിട്ട് എല്ലാ പണിയെടുക്കും. ഇതാ കുട്ടികളുടെ പേരിങ്ങനെ പറയണേ ഇയാള്, ഏത് അവിടെയുള്ള ഇളയച്ചകളുടെ പേരിങ്ങനെ പറയാണ്. അപ്പോൾ പറയുമ്പോൾ എന്താ പോലും വിചാരിക്കുക, വിശ്വസിക്കാതെക്കാൻ പറ്റുമോ? എങ്ങനെയാ പോയി നടക്കണേ? നമ്മോട് പറഞ്ഞാൽ നമ്മൾ എന്താ പറയാ, അതെന്താ അന്ധവിശ്വാസം? ഒരിക്കലും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു അയലോക്കത്ത് ആരെങ്കിലും ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും. അല്ലാതെ എങ്ങനെ ഇപ്പോൾ ഇത് പറയാൻ കഴിയുള്ളൂ? മറിഞ്ഞ കാര്യം അള്ളാഹ്ക്ക് ആരെയുള്ളൂ നമ്മൾ വിശ്വസിക്കൂല, അല്ലേ? മറിഞ്ഞ കാര്യം. ജിന്നുകളെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നവർക്ക് ജിന്ന് സഹായം ചെയ്തു കൊടുക്കും. ശരി തന്നെയാണ്. എന്താ സഹായം? ഓന്റെ കഴിവിൽപ്പെട്ട സഹായം. ജിന്നുകൾക്ക് പല കഴിവുണ്ട്. അതാണ് സൂറത്ത് ശുഅറ 221, 222 പറഞ്ഞത്. കരീനെ സംബന്ധിച്ചിടത്തോളം മരിച്ചയാളുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടാൻ വരെ സാധിക്കുന്നതാണ്. അയാളുടെ സ്വരത്തിലും ഭാഷയിലും സംസാരിക്കാൻ ശൈത്താന് സാധിക്കും. പറഞ്ഞല്ലോ, പിന്നെ പാമ്പിന്റെ രൂപത്തിൽ ജീവിക്കുന്നവയുണ്ട് എന്ന് പറഞ്ഞല്ലോ, പാമ്പായിട്ട് വരെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കറുത്ത പൂച്ച, കറുത്ത നായ, ഈ വേഷത്തിലൊക്കെ പിശാച് വരാറുണ്ടെന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്നും മറ്റും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വീട്ടിനകത്ത് കാണുന്ന പാമ്പിനെ കുറിച്ച് നബി പറഞ്ഞിട്ടുണ്ട്. വീട്ടിനകത്ത് കാണുന്ന പാമ്പിനോട് പോ എന്ന് പറയണം, 3 ദിവസം പോകണമെന്ന് പറയണം. എന്നിട്ടും പോയില്ലെങ്കിൽ നിങ്ങൾ അതിനെ കൊല്ലണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വീട്ടിനകത്ത് കാണുന്ന പാമ്പിനെ സംബന്ധിച്ച്. കരീനെ സംബന്ധിച്ചിടത്തോളം മരിച്ചയാളുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടാൻ വരെ സാധിക്കുന്നതാണ്. അയാളുടെ സ്വരത്തിലും ഭാഷയിലും സംസാരിക്കാൻ ശൈത്താന് സാധിക്കും. ആ ശൈത്താനോടായി സംസാരിക്കുന്നത് ജസ്റ്റിസ് കൃഷ്ണയ്യർ. അല്ലാതെ ഒരിക്കലും തന്നെ ജസ്റ്റിസ് കൃഷ്ണയ്യർ സംസാരിച്ചത് മരിച്ച ഭാര്യയുടെ ആത്മാവിനോടല്ല, അല്ലെങ്കിൽ മരിച്ച ഭാര്യ പുനർജന്മം സ്വീകരിച്ചു വന്നത് അവരോടല്ല സംസാരിച്ചത് എന്നാണ് നമുക്കത് നൽകാനുള്ള വിശദീകരണം, അല്ലേ? ജസ്റ്റിസ് കൃഷ്ണയ്യർക്ക് ഒരു പുസ്തകത്തിനാണ് മരണാനന്തര ജീവിതം എന്നിട്ട് അതിൽ മുഴുവൻ മരിച്ചവരോട് സംസാരിച്ച വർത്താനങ്ങളാണ്. ഖുറാഫികൾക്ക് നല്ല തെളിവായിപ്പോ ഉണ്ടോ? യഥാർത്ഥത്തിൽ ശൈത്താനാണിത്. പ്രേതം എന്നൊക്കെ പറഞ്ഞത് എൻ്റെ ഭാര്യയോട് ഞാൻ പലവട്ടം സംസാരിച്ചിട്ടുണ്ടെന്നാ കൃഷ്ണയ്യർ പറയുന്നത്. ഭാര്യയല്ലത്, ഭാര്യന്റെ രൂപത്തിൽ വന്ന ശൈത്താനാണ്. അപ്പൊ ഇവിടെ കണ്ടോ, ജീവിപ്പിച്ച് കാണിക്കുകയാണ്. ഉമ്മാന്റെയും ഉപ്പാന്റെയും സഹോദരന്റെയൊക്കെ കോലത്തിൽ പിശാച് ഇങ്ങനെ വരും. അപ്പോൾ അയാളെ പിൻപറ്റുന്നതാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിലുള്ളവരെ വർത്താനമൊക്കെ ചിലപ്പോൾ ഈ നൂറ്റാണ്ടിലുള്ളവർ പറയും. വല്യാപ്പാൻ്റെത് മകൻ പറയും. അതേപോലെ നമുക്ക് വല്യാപ്പാനെ കണ്ട് പരിചയമുള്ളവർക്കറിയാം, മകൻ ചിലപ്പോൾ വല്യാപ്പാനെ കണ്ടിട്ടുണ്ടാവില്ല. എന്താ കാര്യം? വല്യാപ്പാനെ പരിചയമുള്ള ഒരു ജിന്ന് ഇവിടെ ഇടപെടുന്നതാണ്. മനസ്സിലായില്ലേ? നമ്മളത് റൂഹ് കൂടി മരിച്ചു അയാൾ ആത്മാവ് കയറി എന്നൊക്കെ പറയാം. അത് ആത്മാവ് കയറുന്നതല്ല, അവിടെ പരിചയമുള്ള ഒരു ജിന്ന് ഇവിടെ പണിയെടുക്കുന്നതാണ് പിന്നെ തലമുറയിൽ. കാരണം അത്രയും ആയുസ്സുള്ളതുകൊണ്ടാണ്. ഒരു മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞ് കരയാനുള്ള കാരണം ജിന്നിന്റെ സ്പർശമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു.
മൗലവിമാർ ഹദീസ് കണ്ടല്ലേ നമുക്ക് കാണിച്ചു കൊടുക്കാം. കഴിയുമെങ്കിൽ നിങ്ങൾ അങ്ങാടിയിലേക്ക് ആദ്യം കടന്നു ചെല്ലുന്നവരാകരുത്. വല ആഖറമൻ യഖ്റുജു മിൻഹ, അങ്ങാടിയിൽ നിന്ന് അവസാനം പുറത്തു വരുന്നത് ലൈലത്തുൽ ഖദർ നമ്മൾ അങ്ങാടിയിലാണ്. അവിടെ നേരം പോയാൽ ആർക്കും വിഷമമില്ല. പള്ളിയിൽ കുറച്ചധികം സമയം ഇരുന്ന വലിയ പ്രയാസം അല്ലേ? എന്താ കാരണം? ഫഇന്നഹു മഅറകതു ശയാത്തീൻ, അത് ശൈത്വാന്മാരുടെ അടർക്കളമാണ്. വബിഹാ യൻസബു റായതഹു, ശൈത്വാൻ അവിടെയാണ് കൊടി നാട്ടുന്നത്. മറ്റൊരു ഹദീസിൽ കാണാം എന്ത്, പിന്നെ അവിടെ അവൻ മുട്ടയിടുകയും വിരിയിക്കുകയും ചെയ്യുന്നു. പിശാച് മുട്ടയിടുന്നു മനസ്സിലായി, വിരിയിക്കുന്നു മനസ്സിലായി. അക്ഷരാർത്ഥത്തിൽ അതൊക്കെ ആലങ്കാരിക എന്നാണ് വ്യാഖ്യാനം നൽകാൻ നിൽക്കാതെ. അപ്പം മുട്ടയിടുന്ന പിശാചുക്കളുണ്ട്, പ്രസവിക്കുന്ന പിശാചുക്കളുണ്ടായിരിക്കാം. നമുക്കതേക്കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. മുട്ടയിടുന്ന പിശാചുക്കളുണ്ടെന്ന് ഹദീസുണ്ട്. ഇത് എവിടുന്ന് കിട്ടിയത്? മൗലവിക്ക് കിട്ടിയതല്ല, ഇത് ഹദീസ്. അവയിൽ നിന്ന് ജിന്നുകളുടെ വാഹനങ്ങൾക്ക്, യാത്രാ വാഹനങ്ങൾക്കും ഭക്ഷണം കൊടുക്കുന്ന. അപ്പം നമ്മൾ കുതിരപ്പുറത്തും ഒട്ടകപ്പുറത്തൊക്കെ പോകുന്ന ജിന്നുകളും ചില പ്രത്യേക വാഹനങ്ങളുടെ പുറത്ത് യാത്ര ചെയ്യാറുണ്ട്, അവർക്കും ഭക്ഷണം കൊടുക്കും. നിങ്ങൾ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന സമയത്ത് നമ്മുടെ ഭക്ഷണത്തിൽ പങ്കെടുക്കുന്നത് പോലെ ലൈംഗിക വേഴ്ചയിൽ ജിന്നുകൾ പങ്കെടുക്കും. ജിന്ന് ലൈംഗിക വേഴ്ച നടത്തുമോ? ബുഖാരിയിലെ ഹദീസ്. എങ്ങനെ പങ്കെടുക്കും നമുക്കറിഞ്ഞൂടാ. നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് അണുക്കൾ എത്ര കൊണ്ടുപോകണം നിങ്ങൾക്കറിയോ? ബാക്ടീരിയകൾ എത്ര കൊണ്ടുപോകണം നിങ്ങൾക്കറിയോ? ഇല്ല. അതുപോലെ ജിന്നുകൾ എത്ര കൊണ്ടുവന്നത് അറിയില്ല. ജിന്നുകൾ എങ്ങനെയാണ് ലൈംഗിക വീഴ്ചയിൽ പങ്കാളികളാവുന്നത് എന്ന് ഭൗതികമായി നമുക്കറിയില്ല എന്ന് കരുതി അങ്ങനെ ഒരു പ്രതിഭാസമില്ല എന്നാരും കരുതരുത്. ബിസ്മില്ല എന്ന് ചൊല്ലാതെ ഒരാൾ ഭാര്യയുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടാൽ ആ ഏർപ്പാടിൽ ഒരു ശൈത്വാൻ കൂടി പ്രവേശിക്കും. അതുകൊണ്ട് നിങ്ങൾ ബിസ്മില്ല, മനസ്സിലായില്ലേ? അഊദു ബില്ലാഹി എന്ന് നമ്മൾ പറയണം. റുഖിയ ശർഇയ്യ ഇപ്പോ നമുക്ക് നടപ്പിലാക്കാൻ എത്ര ആൾക്ക് ധൈര്യമുണ്ട്? അത് ശരിയാണ്, ശർഇയായ മന്ത്രങ്ങൾ ശരിയാണ്. നമ്മളൊരു വീട്ടിൽ വെച്ചിട്ട് ഒരാൾക്ക് ജിന്നുബാധ ഉണ്ടായി, നമുക്ക് അവിടുന്ന് ഓതാൻ പേടി. അവിടെ ഒരു മടവൂരുണ്ട്, ഓനെ പ്രചരിപ്പിച്ചാളും. അവിടെ കോക്കസേരുണ്ട്, ഓൻ പ്രചരിപ്പിച്ചാളും. അവിടെ ഓതണ്ട, അവിടെ കട്ടെ. പള്ളിയിൽ ചോദിയാൽ കണ്ടോ പുളിക്കല പള്ളിയിൽ ജിന്നിറക്കി എന്ന് മറ്റോൻ പ്രസംഗിക്കും കോക്കസേരം, അവ പേടി. പുളിക്കല മദ്രസയിൽ ജിന്നിറക്കി. എന്നിട്ട് പിന്നെ പച്ച ഇവിടെ പുളിക്കലിനെ പറ്റിയൊക്കെ വലിയ ബെണ്ടെടുത്ത് അടിച്ചു പച്ച ഇവിടുത്തെ മടവൂരി പറഞ്ഞു വരുത്തി. എന്നിട്ട് ഇവിടെ കോക്കസേര ഏറ്റുവാടി ഇവിടെ വലിയ മടവൂരികള് പച്ച മണൽ പറഞ്ഞു. അപ്പൊ നമുക്ക് പേടിയാണ്, ഇവരെന്തെങ്കിലും നുണ പ്രചരിപ്പിച്ചാലോ എന്നുള്ള പേടിക്ക് റുഖിയ ശർഇയ്യ പള്ളിയിൽ വെച്ചും മദ്രസയിൽ വെച്ചൊക്കെ നടത്താൻ നമുക്ക് പേടിയാണ്. ഇനി എവിടെ വെച്ചാൽ നടത്താം? ആകാശത്ത് വെച്ചിട്ടോ? പള്ളിയിലെത്തിയാൽ പള്ളിയിൽ ജിന്നിറക്കിയോ എന്ന് പറയും, മദ്രസ ജിന്നിറക്കിയോ. പിന്നെ ജിന്നിനെ ഇവിടുന്ന് ഇറക്കണ്ടേ? ജിന്ന് കയറുന്നപ്പോ നമ്മൾ സമ്മതിച്ച്, അതുകൊണ്ട് രോഗം ഉണ്ടാവുമെന്ന് സമ്മതിച്ച്, അത് ഇറങ്ങിപ്പോയാലും ഇങ്ങനെ ഇറക്കണമെന്നും സമ്മതിച്ച്. പക്ഷെ എവിടെ ചേർക്കാൻ പാടില്ല. ഇങ്ങനെയുണ്ടൊരു കുടുക്ക്. അപ്പൊ ഞമ്മക്കങ്ങിട്ട് ഉൾക്കൊള്ളായിക. എന്നിട്ട് ഞാൻ പറഞ്ഞെന്ത്, ഒരു പള്ളിയിൽ റുഖിയ നടത്തുന്ന ഒരു ഇമാമാണെങ്കിൽ അയാൾ ആ പള്ളിന്റെ ഒരു ചെരു അതിനായിട്ട് മാറ്റി വെച്ച്. കാരണം ചിലപ്പോൾ റുഖിയ നടത്തുമ്പോൾ മൂത്രം വെച്ചു തരും, കാഷ്ടിച്ചു തരും, ഛർദ്ദിച്ചു തരും. അപ്പൊ അതൊരു കേന്ദ്രമായിട്ട് ആരും പേജാറാകണ്ട. അതൊരു ക്ലിനിക്കല്ല. റുഖിയ നടത്തുന്ന ഒരു വ്യക്തി, അയാൾ റുഖിയ നടത്തുന്ന ആളെ അയാൾ വീണ്ടും വിളിച്ചു തരൂ. അയാളൊരു ഡോക്ടറെ അടുത്ത് പരിശോധിക്കാൻ ചെന്ന കൺസൾട്ടിംഗ് റൂം വേറെ തന്നെയാണ്. പുറത്ത് ഇവിടെ അപ്പുറത്താ പരിശോധന അറിയും അല്ലേ? അയാൾ ബെഡ്റൂമിൽ കൊണ്ടിട്ട് പരിശോധിക്കല് അല്ലല്ലോ. അതുപോലെ റുഖിയ നടത്തുന്ന ഒരാൾ ഒരു റൂം അയാളെ വീട്ടിൽ മാറ്റി വെച്ചാൽ അത് കേന്ദ്രം എന്നുള്ള മറ്റൊരു ബേജാറൊക്കെ നമ്മൾ ബേജാറാകേണ്ട ആവശ്യമില്ല. ഇത് എവിടെയെങ്കിലും വെച്ച് നടത്തണ്ടേ? അപ്പൊ അത് കണ്ടോ സക്കരിയാസലായി എല്ലാ പള്ളിയിലും ജിന്ന് കേന്ദ്രം തുടങ്ങണമെന്നാണ് പറയുന്നത് എന്നിട്ട് കള്ളപ്രചരണം. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, ശർഇയായ റുഖിയ ഹദീസിൽ വന്നതാണെന്ന് അഭിമാനത്തോടെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാൻ നമ്മൾ ആരെയും പേടിക്കേണ്ടതില്ല. നമ്മൾ അഹ്ലുൽ ഹദീസാണ്, ഹദീസ് കൊണ്ട് അമൽ ചെയ്യേണ്ടവരാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മളെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഇനിയിപ്പോ ജിന്നും സിഹറും റുഖിയ ശർഇയ്യൊക്കെ ദഹിക്കാത്തവരുണ്ട്, ഇപ്പൊ തന്നെ മാറി നാളി. നടക്കൂലത്, ജോലിയും കൊണ്ട് നടക്കാനാവൂല. ചില ആൾക്കുണ്ട്, ഇതിപ്പോ ആളൊക്കെ കൂടിയപ്പോ നഞ്ഞ് ഇതിന്റെ ഒപ്പം നിൽക്കാന്നിട്ട് വന്നിട്ട് ആ റുഖിയ അത് നമ്മൾ പറയണ്ട, റുഖിയ നിർത്തി. ആരെങ്കിലും ചെറിയ ചെറുപ്പക്കാരെവിടെങ്കിലും പറഞ്ഞെങ്കിൽ മറ്റുള്ള ഭൂരിഭാഗം പറയാതായി അല്ലേ? അവിടെയൊക്കെ നിഞ്ഞു പോണത് ജിന്നും സീറും റുഖിയ ശർഇയ്യൊക്കെ അറിയാത്തല്ലോ. എപ്പോഴും നമ്മളെ കൂടെ ഉള്ളവരും പലരും അവർക്ക് അറിഞ്ഞുകൂടാ. ഇനി നമ്മളിത് പറയല് നിർത്തിയ ആരാ പറയാ?